ഏപ്രിൽ 20 ഞങ്ങളുടെ മൂത്ത മകളുടെ മകൻ്റെ ഡിയോൺ മോൻ്റെ ബർത്ത്ഡേ ആണ്. അന്ന് തന്നെയാണ് ഈസ്റ്ററും വന്നു ചേർന്നത്. രണ്ടും കൂടെ ഒരുപോലെ ആഘോഷിച്ചു. കേക്ക് കട്ടിങ്ങും സമ്മാനങ്ങളും ഒക്കെ ആയിട്ട് സമ്മാനങ്ങളൊക്കെ എല്ലാവരും വീട്ടിലുള്ളവരൊക്കെ തന്നെ കൊടുത്തു. ബർത്ത്ഡേ പാടാനായിട്ട് ഹാപ്പി ബർത്ത്ഡേ പാടാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. സമ്മാനങ്ങൾ മമ്മി സമ്മാനം കൊടുക്കുന്നു. എല്ലാവരും സമ്മാനം കൊടുത്തു. എല്ലാവരും കൂടുതലും കാഡ്ബറിയാണ് സമ്മാനം കൊടുത്തത്. പിന്നെ ഫ്രൈഡ് റൈസും ചിക്കൻ കറിയും ഈസ്റ്ററിൻ്റെ അന്നത്തെ വിഭവങ്ങൾ രണ്ടും കൂടെ ഒന്നിച്ച് എല്ലാ വിഭവങ്ങളും ഉണ്ടാക്കി കഴിച്ചു. വൈകിട്ടായിരുന്നു കേക്ക് കട്ടിങ്. എല്ലാം കൂടെ രാവിലെ പള്ളിയിൽ പോയി വന്നു കഴിഞ്ഞിട്ട് എല്ലാം കൂടെ പ്രയാസമായിട്ട് വൈകിട്ടായിരുന്നു കേക്ക് കട്ടിങ്. ഞങ്ങളൊക്കെ ഇവിടെ ആയിരുന്നു, ഓൺലൈനിൽ കൂടെ ഒക്കെ കണ്ടു. പിന്നെ ഈസ്റ്ററിൻ്റെ വിഭവങ്ങളൊക്കെ ഞായറും തിങ്കളും ഒക്കെ ഉണ്ടായിരുന്നു. ചൊവ്വാഴ്ച ആയപ്പോഴത്തേക്കും വിഭവങ്ങളൊക്കെ തീർന്നു. നോൺ വെജ് ഒക്കെ ഉണ്ട്. മീൻ ഫിഷ് കറിയും ചിക്കൻ കറിക്കും ഉള്ള വിഭവങ്ങളൊക്കെ ഇരിപ്പുണ്ട്. ഫിഷ് കറി ഒന്നുകൂടെ ചൂടാക്കി ഇന്നലെ ഫ്രിഡ്ജിൽ വെച്ചു. പിന്നെ വൻപയറും പച്ചക്കായ പേയങ്കായും കൊണ്ടൊരു തോരൻ വെച്ചു. വൻപയർ പ്രഷർ കുക്കറിൽ വേവിച്ചെടുത്തിട്ട് അതിൽ തന്നെ കായ വലിയ കഷ്ണങ്ങളാക്കി തോരൻ്റെ അരപ്പും എല്ലാം കൂടെ ചേർത്ത് വീണ്ടും ഒരു 2 വിസിലടുപ്പിച്ചു. അപ്പോഴത്തേക്കും അത് വെന്ത് കഴിഞ്ഞു. മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് തേങ്ങായും ജീരകം വെളുത്തുള്ളി എല്ലാം ചേർത്തുണ്ടായിരുന്ന സാധനങ്ങളൊക്കെ ചേർത്തു. അങ്ങനെ വൻപയറും പച്ചക്കായും കൂടെ ഒരു തോരൻ. അവിടെ എരിശ്ശേരി പോലെ തന്നെ ഇരിക്കും. ഇതിനൊന്നും കടുക് വറക്കുകയോ ഒന്നും ചെയ്തില്ല. ഈസ്റ്ററിൻ്റെ അന്ന് എല്ലാത്തിനും എണ്ണയും നെയ്യും ഒക്കെ കൂടുതൽ ഉപയോഗിച്ചതായതുകൊണ്ട് ഇനി ഈ ആഴ്ച അധികം വിഭവങ്ങൾക്കൊന്നും ഒരുപാട് എണ്ണയോ നെയ്യോ ഒന്നും ഉപയോഗിക്കത്തില്ല. എങ്കിലേ പ്രഷറും കൊളസ്ട്രോളും ഒക്കെ ടാലി ചെയ്ത് നിൽക്കത്തുള്ളൂ. അപ്പം ഇത് നല്ല രുചികരമാണ്. ജസ്റ്റ് വേണ്ടിയവർക്ക് കൂടുതൽ അതെടുക്കാം, അല്ലാത്തവർക്ക് പയറെടുക്കാം, ഒന്നിച്ചെടുക്കാം. ഇത് വൈകിട്ട് മൂത്ത മരുമകൻ ടെക്നോ പാർക്കിലാണ്. ഇന്ന് വൈകിട്ട് ഈ ഒരാഴ്ച വീട്ടിലാണ്. അപ്പോൾ കുറച്ച് ചിക്കൻ്റെ പീസസ് ഞാൻ ഒക്കെ വേവിച്ച് ഫ്രീസറിൽ വെച്ചിരുന്നു. അതെടുത്തു. അതെല്ലാം ഇഞ്ചിയും പച്ചമുളകും സവാള തക്കാളി എല്ലാം കൂടി വഴറ്റി അതിൻ്റെ മസാലയിൽ തന്നെ വേവിച്ച മസാലയിൽ തന്നെ ചേർത്ത് വഴറ്റി വെച്ചു. വൈകിട്ട് ചിക്കൻ ഫ്രൈ ചെയ്തും വെച്ചു. ചിക്കൻ കഷ്ണങ്ങൾ ഫ്രൈ ചെയ്ത് വെച്ചു. ഇനി വൈകിട്ട് ഇച്ചിരി തേങ്ങാപ്പാലൊഴിച്ച് ഈ മസാലയൊക്കെ ഒന്ന് വറ്റി വരുമ്പോൾ ചിക്കൻ കഷ്ണങ്ങളും ചേർത്ത് ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രുചികരമായ വലിയ സ്പൈസസ് എരിയൊന്നും ഇല്ലാത്തതായ ചിക്കൻ റോസ്റ്റ് റെഡിയായി. അത് ഇഷ്ടമാണ്. അതുകൊണ്ട് സാധാരണ അങ്ങനെ ഉണ്ടാക്കി.